നടൻ ഉണ്ണി മുകുന്ദനും മാനേജറും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയായതാണ്. ഇന്ന് ഒരു തുടർ വാർത്ത ഇതിൽ വന്നിട്ടുണ്ട്. ഉണ്ണി മുകുന്ദന്റെ വിശദീകരണത്തിന് മറുപടിയുമായാണ് പരാതിക്കാരനായ മുൻ മാനേജർ വിപിൻ കുമാർ രംഗത്തെത്തിയത്. കേസ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണി മുകുന്ദൻ തന്നെ തള്ളിപ്പറഞ്ഞത് എന്നതാണ് വിപിൻ കുമാർ 24നോട് പറഞ്ഞത്. പുതിയ പ്രോജക്റ്റുകൾ കോർഡിനേറ്റ് ചെയ്യാൻ ഉണ്ണി മുകുന്ദൻ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും വിപിൻ കുമാർ പറഞ്ഞു. പോലീസ് കേസെടുത്തതിനു പിന്നാലെ വിപിൻ കുമാർ തന്റെ മാനേജറല്ല എന്ന് ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രസ്താവന പാടെ തള്ളുകയാണ് വിപിൻ കുമാർ. ഉണ്ണി മുകുന്ദന്റെ അനുവാദമില്ലാതെ താൻ ആരോടും വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടില്ല. മാർക്കോയ്ക്ക് ശേഷം ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം പരാജയപ്പെട്ടതിന്റെയും പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാത്തതിന്റെയും മാനസിക നിരാശയിലാണ് ഉണ്ണി മുകുന്ദനെന്ന് വിപിൻ കുമാർ 24നോട്. ഉണ്ണി മുകുന്ദന്റെ അനുവാദം ഇല്ലാതെ ഞാൻ ആരോട് പെണ്ണ് അന്വേഷിക്കാനാണ്, കല്യാണം ആലോചിക്കാനാണ്? പുള്ളിയുടെ അനുവാദം ഇല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പുള്ളി പറഞ്ഞിട്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. മാർക്കോയ്ക്ക് ശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് പുള്ളിക്ക് ഇപ്പൊ പുതിയ പടങ്ങൾ വരുന്നില്ല, വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ പടം വരുന്നില്ല. മറ്റൊരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഓരോ ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ ഉണ്ണിയിലേക്ക് വരുന്നില്ല. മനസ്സിലായില്ലേ? അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ലത്. മനസ്സിലായില്ലേ? അത് ചിന്തിച്ച് ചെയ്യണം. പിന്നെ അതുപോലെ വലിയ റെമ്യൂണറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥ അനുസരിച്ച് അത് താങ്ങില്ലായിരിക്കും. താൻ ഉണ്ണി മുകുന്ദന്റെ ഡിസിഷൻ മേക്കർ ആയിട്ടില്ല. എന്നാൽ പുതിയ പ്രോജക്റ്റുകൾ കോർഡിനേറ്റ് ചെയ്യാൻ ഉണ്ണി മുകുന്ദൻ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നതായി വിപിൻ കുമാർ വ്യക്തമാക്കി. എന്നോട് പറയും അത് കഥ കേൾക്കൂ, കഥ കേട്ടിട്ട് പറയാൻ പറയും. അപ്പൊ എന്താ ഞാൻ ചെയ്യാം? ഞാൻ കഥ കേട്ടിട്ട് ഫീഡ്ബാക്ക് ഉണ്ണിയോട് പറയും. ഉണ്ണിയോട് പറയുമ്പോൾ അത് ഉണ്ണിയുടെ ഡിസിഷനാണ്, അത് ചെയ്യണോ വേണ്ടെന്നുള്ളത്, ഞാൻ എന്റെ അല്ല. അപ്പൊ അത് പുള്ളി ഇഷ്ടപ്പെട്ടില്ല, പുള്ളിക്ക് അത് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇത് അതേപോലെ തന്നെ തിരിച്ച് കൺവേ ചെയ്യും. അല്ലേ? ഇതാണ് ഒരു മാനേജർ ജോലി. അല്ലാതെ ഞാനൊരു ഡിസിഷൻ മേക്കർ അല്ല. അല്ലേ? ഞാനൊരു ഡിസിഷൻ മേക്കർ അല്ല. ഉണ്ണി മുകുന്ദനെതിരെ പരാതി നൽകിയതിനു പിന്നാലെ സൈബർ ആക്രമണം നേരിടുകയാണ് വിപിൻ കുമാർ. ഇൻഫോപാക് പോലീസ് നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് വിപിൻ. അതേസമയം നീതി തേടി DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ. ഒരു വ്യാജ കേസ് കൊടുത്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? ഇത് എനിക്കുണ്ടായ അറ്റാക്കും ഈ ഭീഷണിയും ഇതെല്ലാം കൊണ്ട് ഞാൻ തീരുമാനിച്ചു കൊടുത്ത സംഭവമാണ്. തീരുമാനിച്ചിട്ടാണ് ഇത് കേസ് കൊടുത്തത്. ആ കേസ് വാലിഡ് ആണ്. അത് പോലീസിനും അന്വേഷണ ഉദ്യോഗസ്ഥരും കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് വരട്ടെ, അവരുടെ റിപ്പോർട്ട് വരുന്നുണ്ട്. വിപിൻ കുമാറിന്റെ പരാതിയിൽ ഇടപെട്ട ഫെഫ്ക തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിൽ കടന്ന ഇൻഫോപാർക്ക് പോലീസ് നടനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യൽ വിളിപ്പിക്കാനാണ് നീക്കം. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24.